നമസ്കാരം വിബിസി പ്രാദേശിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. അറക്കുളം FCI ഗോഡൌണിന്റെ ശിലാസ്ഥാപനവും അറക്കുളം പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന് നവീകരിച്ച OP വിഭാഗത്തിന്റെ ഉദ്ഘാടനവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ആധുനിക സംവിധാനങ്ങൾ ഒരുക്കിയ തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ പ്രവർത്തനോദ്ഘാടനം PT തോമസ് MP നിർവഹിച്ചു. പുറപ്പുഴ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് മന്ദിരോദ്ഘാടനം മന്ത്രി PK അബ്ദുറബ് നിർവഹിച്ചു. മന്ത്രി PJ ജോസഫ് അധ്യക്ഷത വഹിച്ചു. തൊടുപുഴ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച നേതൃത്വ പരിശീലന ക്യാമ്പ് താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് KK കൃഷ്ണപിള്ള ഉദ്ഘാടനം ചെയ്തു. വയസ്സുകാരനായ നിഖാൽ 50 പേരുമായി ഒരേ സമയം ചെസ് കളിച്ച് ശ്രദ്ധേയനായി. പന്നിമറ്റം സെന്റ് ജോസഫ്സ് LP സ്കൂൾ വാർഷികം ആഘോഷിച്ചു. വെള്ളിയാമറ്റം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം നിർവഹിച്ചു. പുളിമൂട്ടിൽ സെൽസ് കോട്ടയം, തൊടുപുഴ, തൃശൂർ. വാർത്തകൾ വിശദമായി. FCIയുടെ പുതിയ ഗോഡൌണിന് അറക്കുളത്ത് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ശിലാസ്ഥാപനം നിർവഹിച്ചു. കേന്ദ്രമന്ത്രി പ്രൊഫസർ KV തോമസ്, മന്ത്രി PJ ജോസഫ്, മന്ത്രി അനൂപ് ജേക്കബ്, PT തോമസ് MP, MLAമാരായ റോഷി അഗസ്റ്റിൻ, KK ജയചന്ദ്രൻ, ES ബിജിമോൾ, S രാജേന്ദ്രൻ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് MT തോമസ്, ജില്ലാ കളക്ടർ T ഭാസ്കരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് AP ഉസ്മാൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, ജില്ലാ പഞ്ചായത്ത് മെമ്പർ അഡ്വക്കേറ്റ് അലക്സ് കോഴിമല, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ ശ്രീകല ഗോപി, ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടോമി ജോസഫ് കുന്നേൽ തുടങ്ങിയവർ പ്രസംഗിച്ചു. FCI എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരേന്ദ്ര സിംഗ് സ്വാഗതവും ജനറൽ മാനേജർ V താമരൈ കണ്ണൻ നന്ദിയും പറഞ്ഞു. പുതിയ ഗോഡൌണിന്റെ ഔപചാരികമായിട്ടുള്ള ഉദ്ഘാടന അതിന്റെ തറക്കല്ല് ഇട്ട വിവരം നിങ്ങളെ അറിയിക്കുന്നു. എനിക്ക് 12ാം പദ്ധതിയിൽ കേരളത്തിൽ FCI 70,000 ടൺ സ്ഥാപിത ശേഷിയുള്ള കേന്ദ്ര ബഡ്ജറ്റ് സ്വാഗതാർഹമാണെന്ന് PT തോമസ് MP പറഞ്ഞു. 10 ലക്ഷം ചെറുപ്പക്കാർക്ക് 10,000 രൂപ വീതം സ്കിൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്ന രീതിയിലുള്ള ഒരു നടപടിക്രമം ഇന്ത്യയിലെമ്പാടും ഈ വർഷം മാത്രം 10 ലക്ഷം ആളുകൾക്ക് കൊടുക്കുന്ന, ചെറുപ്പക്കാർക്ക് പുതിയ ജോലി കണ്ടെത്താനും പുതിയ സംരംഭങ്ങൾ ഏർപ്പെടാനുമുള്ള വലിയൊരു പ്രോത്സാഹനം വന്നിരിക്കുകയാണ്. മൂന്നാമത്തെ ഏറ്റവും വിപ്ലവകരമായ ഒരു നടപടി, പാവപ്പെട്ട ആളുകൾക്കുള്ള അവർക്ക് കൊടുക്കുന്ന സബ്സിഡികൾ DBT എന്ന് സ്പൈസസ് പ്ലാന്റേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഏലം വില തകർച്ചയ്ക്കെതിരെ മാർച്ച് 6-ന് മാർച്ചും ധർണയും നടത്തുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കൊച്ചി സ്പൈസസ് ബോർഡ് ഹെഡ് ഓഫീസിന് മുന്നിൽ ഏലക്ക വിതറിക്കൊണ്ടാണ് പ്രതിഷേധ മാർച്ചും ധർണയും നടത്തുന്നത്. വാർത്താസമ്മേളനത്തിൽ അസോസിയേഷൻ പ്രസിഡന്റ് VK മാത്യു, ജനറൽ സെക്രട്ടറി MM ലംബോദരൻ, വൈസ് പ്രസിഡന്റ് KB രാജു, CT സെബാസ്റ്റ്യൻ, കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. ഇടുക്കി ജില്ലയിലെ ഏലം കൃഷിക്കാരുടെ സംഘടനകളുടെ സംയുക്ത കോർഡിനേഷൻ്റെ പ്രവർത്തകരാണ് ഇന്ന് ഈ യോഗത്തിൽ പങ്കെടുത്തിരിക്കുന്നത്. സംഘടനയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 6-ാം തീയതി ബുധനാഴ്ച എറണാകുളത്തുള്ള സ്പൈസസ് ബോർഡിൻ്റെ ഹെഡ് ഓഫീസിന് മുമ്പിൽ ആയിരക്കണക്കിന് കൃഷിക്കാർ പങ്കെടുത്ത് അറക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രം പുതിയ OP വിഭാഗത്തിന്റെ ഉദ്ഘാടനവും അക്രിഡേഷൻ പ്രഖ്യാപനവും മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി നിർവഹിച്ചു. ആധുനിക സൗകര്യത്തോടെ ആരംഭിക്കുന്ന ലബോറട്ടറി കെട്ടിട സമുച്ചയം മന്ത്രി PJ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. റോഷി അഗസ്റ്റിൻ MLA ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. PT തോമസ് MP, ജില്ലാ കളക്ടർ T ഭാസ്കരൻ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഉഷ ഗോപിനാഥ്, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സുരേഷ് വർഗീസ്, DMO ഡോക്ടർ PJ അലോഷ്യസ്, ഓമന ജോൺസൺ, ഡോക്ടർ CV ജേക്കബ് എന്നിവർ പ്രസംഗിച്ചു. ഈ നാടിന് അഭിമാനിക്കാവുന്ന ഒരു മുഹൂർത്തമാണ്. കേരളത്തിലെ 6 ആരോഗ്യ സ്ഥാപനങ്ങൾക്ക് ലഭിക്കുന്ന ഉന്നത ബഹുമതിയിൽ ഈ അറക്കുളം PH സെന്ററിനും കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ് മാസ്റ്റേഴ്സ് അസോസിയേഷൻ 47ാമത് സംസ്ഥാന സമ്മേളനം ഏപ്രിൽ 18 മുതൽ 20 വരെ തൊടുപുഴയിൽ നടക്കുമെന്ന് അസോസിയേഷൻ ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമ്മേളനത്തിൽ മന്ത്രിമാർ, MPമാർ, MLAമാർ തുടങ്ങി വിവിധ ജനപ്രതിനിധികൾ പങ്കെടുക്കും. വാർത്താസമ്മേളനത്തിൽ ജില്ലാ പ്രസിഡന്റ് തോമസ് ഐസക്, ജില്ലാ സെക്രട്ടറി മത്തായിച്ചൻ മാത്യു,
എ.എൽ. പാപ്പച്ചി, ടി.എം. ഏലിയാസ്, സണ്ണി ജോർജ് തുടങ്ങിയവർ പങ്കെടുത്തു. എയ്ഡഡ് പ്രൈമറി മേഖലയിലെ പ്രഥമാധ്യാപകരുടെ ഏക സംഘടനയായ കേരള പ്രൈവറ്റ് പ്രൈമറി ഹെഡ്മാസ്റ്റേഴ്സ് അസോസിയേഷൻ KPPHA അതിൻ്റെ 47ാം സംസ്ഥാന സമ്മേളനം 2013 ഏപ്രിൽ 18, 19, 20 തീയതികളിൽ തൊടുപുഴ വെച്ച് നടക്കുകയാണ്. നവീകരിച്ച തൊടുപുഴ ഹെഡ് പോസ്റ്റ് ഓഫീസിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് P.T. തോമസ് MP നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർമാൻ T.J. ജോസഫ് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ജോസഫ് ജോൺ, കൗൺസിലർ P.G. രാജശേഖരൻ, സൂപ്രണ്ട് C.V. രാജു തുടങ്ങിയവർ പ്രസംഗിച്ചു. പ്രൊജക്ട് ആരോ പദ്ധതി പ്രകാരമാണ് പോസ്റ്റ് ഓഫീസ് നവീകരിച്ചിരിക്കുന്നത്. ഏകദേശം 24,000 പോസ്റ്റ് ഓഫീസുകൾ ഈ പദ്ധതിയുടെ കീഴിൽ വരുന്നുണ്ട്. ഇടുക്കി പോസ്റ്റൽ ഡിവിഷനിൽ തൊടുപുഴ, കട്ടപ്പന ഹെഡ് പോസ്റ്റ് ഓഫീസ്, മൂന്നാർ സബ് പോസ്റ്റ് ഓഫീസ് എന്നിവ ഉൾപ്പെടെ 3 ഓഫീസുകളാണ് നവീകരിച്ചിട്ടുള്ളത്. ഏറ്റവും പരിഷ്കരിച്ച രൂപമായ അല്ലെങ്കിൽ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി ഏർപ്പെടുത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ പോസ്റ്റ് ഓഫീസ്, പോസ്റ്റ്മാൻ, സാങ്കേതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ കോർത്തിണക്കി സാങ്കേതിക സർവകലാശാലയുടെ കരട് ബിൽ തയ്യാറായെന്നും ഇതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ഉടൻ പുറപ്പെടുവിക്കുമെന്നും വിദ്യാഭ്യാസ മന്ത്രി P.K. അബ്ദുൾ പറഞ്ഞു. പുറപ്പുഴ പോളിടെക്നിക് മന്ദിരത്തിന്റെ ഉദ്ഘാടനവും ലബോറട്ടറിയുടെ ശിലാസ്ഥാപനവും നിർവഹിക്കുകയായിരുന്നു മന്ത്രി. മന്ത്രി P.J. ജോസഫ് അധ്യക്ഷനായിരുന്നു. ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷീല സ്റ്റീഫൻ, തൊടുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ലീലാമ ജോസ്, പുറപ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് റെനീഷ് മാത്യു, സാങ്കേതിക വിദ്യാഭ്യാസ ഡയറക്ടർ ഡോക്ടർ J. ലത, പോളിടെക്നിക് പ്രിൻസിപ്പൽ V.A. ഷംസുദ്ദീൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. പുറപ്പുഴ പോളിടെക്നിക് കോളേജിലെ വിദ്യാർത്ഥികളുടെ യാത്രാക്ലേശം പരിഹരിക്കുന്നതിന് MLA ഫണ്ടിൽ നിന്നും കോളേജിന് ബസ് വാങ്ങുന്നതിനുള്ള തുക അനുവദിക്കുമെന്ന് മന്ത്രി P.J. ജോസഫ് പറഞ്ഞു. പുറപ്പുഴ പോളിടെക്നിക് മന്ദിരത്തിന്റെ ഉദ്ഘാടന സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കുട്ടികൾക്ക് ഇവിടെ എത്തിച്ചേരാൻ കുറച്ച് ബുദ്ധിമുട്ടുകളുണ്ട്. സ്വന്തമായൊരു ബസ് ഈ പോളിടെക്നിക് കോളേജിൽ വേണം എന്നുള്ള ആവശ്യം. അതുകൊണ്ട് വിദ്യാഭ്യാസ മന്ത്രി തന്നെ എൻ്റെ അടുത്ത് അത് ഞാൻ അനുവദിച്ചു തരുമെന്ന് പറയുകയുണ്ടായി. അതിന് MLA ഫണ്ടിൽ നിന്നും ഒരു ബസ്സിനുള്ള. തൊടുപുഴ താലൂക്ക് മന്നം സോഷ്യൽ സർവീസ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ സ്വയം സഹായക സംഘം ഭാരവാഹികൾക്കായി പരിശീലന ക്യാമ്പ് നടത്തി. NSS യൂണിയൻ പ്രസിഡന്റ് K.K. കൃഷ്ണപിള്ള ഉദ്ഘാടനം നിർവഹിച്ചു. MSS കോർഡിനേറ്റർ PNG കൈമൾ അധ്യക്ഷത വഹിച്ചു. MSS ഖജാൻജി ധർമാംഗത കൈമൾ പ്രസംഗിച്ചു. കോതമംഗലം MSS മേഖലാ കോർഡിനേറ്റർ K. ശ്രീകുമാർ ക്ലാസുകൾ നയിച്ചു. സെക്രട്ടറി SN ശ്രീകാന്ത് സ്വാഗതവും പ്രസീത സോമൻ നന്ദിയും പറഞ്ഞു. നമ്മളിവിടെ സ്വാസ്ഥ്യ സംഘങ്ങൾ രൂപീകരിച്ചു. മന്നം സാമൂഹ്യക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ പിന്നീടാണ് സ്വാസ്ഥ്യ സംഘങ്ങളുടെ രൂപീകരണം നായർ സർവീസ് സൊസൈറ്റി ആരംഭിച്ചതും മന്നം സർവീസിലേക്ക് നമ്മളെ. ജോലിക്കിടയിൽ വീണ് നെഞ്ചിന് താഴേക്ക് തളർന്നു കിടക്കുന്ന യുവാവും കുടുംബവും ദുരിതത്തിൽ. സന്മനസ്സുള്ളവർക്ക് ഇവരെ സഹായിക്കാം. ഇതേക്കുറിച്ച് ഒരു റിപ്പോർട്ട്. അപകടത്തിൽ തളർന്നു കിടക്കുന്ന യുവാവ് സുമനസ്സുകളുടെ സഹായം തേടുന്നു. വഴിത്തല ഇരുട്ടുതോട് കാഞ്ഞിരംകുഴിയിൽ ടോമി മാത്യുവാണ് പരസഹായമില്ലാതെ ജീവിക്കാനാകാത്ത സ്ഥിതിയിൽ കഴിയുന്നത്. പെയിന്റിംഗ് തൊഴിലാളിയായ ടോമി ജോലിക്കിടയിൽ കെട്ടിടത്തിൽ നിന്നും വീഴുകയായിരുന്നു. വീഴ്ചയിൽ നട്ടെല്ല് പൊട്ടി സുഷുമ്ന നാഡിക്ക് ക്ഷതം സംഭവിച്ച് നെഞ്ചിന് താഴേക്ക് ചലനശേഷി നഷ്ടപ്പെട്ട് കിടപ്പിലാണ്. ചവിട്ടിയിരുന്നൊരു കട ഒടിഞ്ഞ് ഒരു ഏടി ഉയർത്തിന്ന് തറയിലേക്ക് പുറന്നല്ല വീണു. ചങ്കിന് താഴത്തേക്കുള്ള മരിച്ചുപോയി. 2 മാസം ചാഴയായിട്ട് കിടന്നു. നമുക്കിപ്പോൾ അമ്മയുണ്ട്, ഭാര്യയുണ്ട്, 3 മക്കളുണ്ട്. നമ്മളായിരുന്നു അതിൻ്റെ. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ ഇന്റർ കോളേജിയറ്റ് ഗാന്ധി ക്വിസ് മത്സരം നടത്തി. കേരളത്തിന്റെ വിവിധ കോളേജുകളിൽ നിന്നായി 100 കണക്കിന് വിദ്യാർത്ഥികൾ ക്വിസ് മത്സരത്തിൽ പങ്കെടുത്തു. ന്യൂമാൻ കോളേജ് രസതന്ത്ര വിഭാഗം മേധാവി പ്രൊഫസർ MV കൃഷ്ണകുമാർ നേതൃത്വം നൽകി.
ഗാന്ധിയാണെന്ന് ഇപ്പോൾ തെളിഞ്ഞിരിക്കുന്നത്. ഇത് നിയമകോടതികളിൽ ഗർജിക്കുന്ന സിംഹം എന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആരെയാണ്? ഫസ്റ്റ് പോയിന്റ് നേടിയിരിക്കുന്നത് 13 പോയിന്റോട് കൂടിയിട്ട് മാർ ഇവാനിയോസ് കോളേജാണ്. മാർ ഇവാനിയോസ് കോളേജ് ഫ്രണ്ടിലേക്ക് വരും. എസ് ബി കോളേജ് ആരുള്ള? സംസ്ഥാന ചെസ് അസോസിയേഷന്റെയും തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന്റെയും സംയുക്താത്മകത്തിൽ 7 വയസ്സുകാരൻ നിഖാലിന്റെ ചെസ് മത്സരം തൊടുപുഴയിൽ നടന്നു. തൊടുപുഴ പാരിഷ് ഹാളിൽ നടന്ന മത്സരങ്ങൾ മുനിസിപ്പൽ ചെയർമാൻ ടി ജെ ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ചെസ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് NT സുരേഷ് കുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ ആന്റണി കണ്ടിരിക്കൽ, പ്രൊഫസർ PC അച്ചൻകുഞ്ഞ്, OS സമദ് തുടങ്ങിയവർ പ്രസംഗിച്ചു. സംസ്ഥാന ചാമ്പ്യൻഷിപ്പ് നേടിയ നിഖാൽ സരിന് ഒരു ഉപകാരം സമ്മാനിക്കുവാൻ തീരുമാനിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ ഞാൻ വന്നിരിക്കുന്നത്. 50 കുട്ടികൾ ഒരേ സമയത്ത് ഇവിടെ പ്രദർശന മത്സരം നടത്താൻ പോവുകയാണ്. പറയുമ്പോൾ എനിക്കൊരു കാര്യം സൂചിപ്പിക്കാനുള്ളത്, സെൻറ്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ നിഖാലിന്റെ അത്ഭുത ചെസ് പ്രകടനത്തിന് തൊടുപുഴ പാരിഷ് ഹാൾ വേദിയായി. 7 വയസ്സുകാരുടെ സംസ്ഥാന ചെസ് മത്സരത്തിലെ വിജയ നിഖാൽ ഒരേ സമയം 50 പേരോടാണ് മത്സരിച്ചത്. 7 വയസ്സുകാരുടെ സംസ്ഥാന ചെസ് ചാമ്പ്യൻ നിഖാൽ എന്ന ചെസ് പ്രതിഭ 50 പേരുമായി ഒരേ സമയം മത്സരത്തിനെത്തി. ഒരേ സമയം 50 പേരുമായി 7 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുട്ടി മത്സരിക്കുന്നത് കേരളത്തിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യമാണ്. വിവിധ സ്കൂൾ കുട്ടികളുമായും മുതിർന്നവരുമായും നിഖാൽ മത്സരിച്ചു. കൂടാതെ കാണികൾക്ക് വേണ്ടി 7 വയസ്സുകാരൻ നിഖാൽ എന്ന ചെസ് പ്രതിഭ 70 വയസ്സ് പ്രായമുള്ള മുതിർന്ന ഒരാളുമായി മത്സരിച്ചു. ഡോക്ടർ ദമ്പതികളായ സരീൻ, ഷിജിൻ A ഉമർ എന്നിവരുടെ മകനാണ് തൃശൂർ നിവാസിയായ നിഖാൽ. ചെസ് അസോസിയേഷന്റെയും സെന്റ് സെബാസ്റ്റ്യൻ സ്കൂളിന്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് മത്സരങ്ങൾ സംഘടിപ്പിച്ചത്. ആദ്യകാലങ്ങളിൽ ചെസ്സിനോട് താല്പര്യമില്ലായിരുന്ന നിഖാലിനെ വല്യപ്പനാണ് ചെസ് കളി പഠിപ്പിച്ചത്. തുടരെയുള്ള പരിശീലനം കൊണ്ട് വല്യപ്പനെ നിഖാൽ തോൽപ്പിക്കുകയും ചെയ്തു. തുടർന്നാണ് ചെസ് കളിയെ ഗൗരവമായി കണ്ടു തുടങ്ങിയതെന്ന് പന്നിമറ്റം സെന്റ് ജോസഫ്സ് LP സ്കൂൾ വാർഷികാഘോഷവും അധ്യാപക രക്ഷാകർതൃ ദിനവും സർവീസിൽ നിന്ന് വിരമിക്കുന്ന ഹെഡ്മിസ്ട്രസ് മേരി ജോണിന് യാത്രയപ്പ് നടന്നു. സ്കൂൾ മാനേജർ ഫാദർ മാത്യു ചന്ദ്രകുന്നേലിന്റെ അധ്യക്ഷതയിൽ ചേർന്ന ആഘോഷ പരിപാടികൾ വെള്ളിയമറ്റം പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമ്മ രാമൻ ഉദ്ഘാടനം ചെയ്തു. തോമസ് കുണിഞ്ഞി, മെർലിൻ ജോസഫ്, റോയി സെബാസ്റ്റ്യൻ, കാതറിൻ ജോസഫ്, ജോളി ബിജു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികളും നടന്നു. ഇതിൽ സംബന്ധിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും വളരെയേറെ ആനന്ദമാണ്, വളരെ സന്തോഷമാണ്. കാരണം ഇവിടെ കൂടിയിരിക്കുന്ന അധ്യാപകർക്കും അതുപോലെ തന്നെ മാതാപിതാക്കന്മാർക്കും തങ്ങളുടെ കൊച്ചുകുട്ടികൾ ഈ സ്റ്റേജിൽ അവരുടെ നല്ല പ്രകടനങ്ങൾ, കലാപരമായ അവരുടെ കഴിവുകൾ പ്രദർശിപ്പിക്കുന്നത് കാണുവാനും ആസ്വദിക്കുവാനും. തൊടുപുഴ ന്യൂമാൻ കോളേജ് നാഷണൽ സർവീസ് സ്കീമിന്റെ ആഭിമുഖ്യത്തിൽ ടീൻ ക്ലബ് രൂപീകരിച്ചു. കേരള ഗവൺമെന്റിന്റെ ആരോഗ്യ കേരളം ശുചിത്വ മിഷന്റെ സഹകരണത്തോടെയാണ് ക്ലബ് രൂപീകരണം നടന്നത്. കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ KJ ജോണിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനം മൂവാറ്റുപുഴ നിർമ്മല കോളേജ് സുവോളജി വകുപ്പ് മുൻ മേധാവി പ്രൊഫസർ KC ജോസഫ് ഉദ്ഘാടനം ചെയ്തു. ഇടുക്കി ജില്ലാ കോർഡിനേറ്റർ ഷാജി തോമസ് തുടങ്ങിയവർ കൗമാരപ്രായക്കാരുടെ വിഷയങ്ങളെ സംബന്ധിച്ച് ക്ലാസുകൾ നയിച്ചു. NSS പ്രോഗ്രാം ഓഫീസർമാരായ ഡോക്ടർ KV ആലീസ്, ഡോക്ടർ സാജു എബ്രാഹിം തുടങ്ങിയവർ നേതൃത്വം നൽകി. അറിയാതെ ഞാൻ പോലും അറിയാതെ നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ഇറങ്ങി ചെല്ലാനായിട്ട് കഴിയും. ദൈവം തന്ന പോലെ ഹൃദയമായിട്ട്. കാരണം ഞാൻ MSc സൈക്കോളജി പഠിക്കുമ്പോൾ ലൈഫ് സ്പാൻ സൈക്കോളജി എന്ന് പറയുന്ന പേപ്പറുണ്ട്. ഞാൻ ഏറ്റവും താല്പര്യപൂർവ്വം പഠിച്ച പേപ്പറുകളിലൊന്നാണ്. അതിൽ ഇനി വഴിയോര കാഴ്ച. കടുത്ത വേനലിലും വെള്ളം പാഴാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ ശ്രദ്ധിക്കുക. വേനൽ കനക്കുമ്പോൾ നാടെങ്ങും വെള്ളത്തിനായി കേഴുമ്പോൾ നാട്ടുകാർക്ക് വിതരണത്തിനായി കൊണ്ടുപോകുന്ന വെള്ളം പാഴാകുന്ന കാഴ്ചയാണിത്. മണക്കാട് ഗ്രാമപഞ്ചായത്തിലെ നെടിയശാല ഭാഗത്ത് റോഡരികിൽ കൂടി കടന്നുപോകുന്ന 6 ഇഞ്ച് വ്യാസമുള്ള ഇരുമ്പ് പൈപ്പിൽ നിന്നും വെള്ളം പാഴാക്കുവാനായി പ്രത്യേകം വാൽവ് തന്നെ ഘടിപ്പിച്ചാണ് പൈപ്പിലൂടെ വെള്ളം പുറത്തേക്ക് ഒഴുകിവിടുന്നത്. ഒഴുകി വീഴുന്ന വെള്ളം അടുത്ത പുരയിടത്തിലൂടെ ഒഴുകി നഷ്ടപ്പെടുകയാണ്. രാത്രിയും പകലും ഹൈദരാബാദ് സ്ഫോടനത്തിൽ മരണമടഞ്ഞവർക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് തൊമ്മങ്കുത്ത് ജോയിയുടെ കവിത. പൂക്കളുടെ നഗരമായ ബാംഗ്ലൂരും ഇരട്ട നഗരമായ ഹൈദരാബാദിലും ഡൽഹിയിലും ബോംബെയിലുമൊക്കെ നടക്കുന്ന ഈ തുടർ ബോംബ് സ്ഫോടനങ്ങൾ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ ഒരു 4 വരി കവിതയാണ് ഞാനിപ്പോൾ ഇവിടെ ചൊല്ലുന്നത്. പകലോനൊടുങ്ങാത്ത രാജ്യത്തിനോടു നീ പടപൊരുതി നേടി